അയ്യാ വണക്കം. ഉത്തർപ്രദേശിലെ ബറേലിയിൽ വിളച്ചിലെടുക്കാൻ പോയവന്മാരുടെ വീടുകൾ മുഴുവൻ ബുൾഡോസർ ഉപയോഗിച്ച് തവിട്ട് പൊടിയാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2-3 ദിവസമായിട്ട് ബറേലിയിലെ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊരു വിമുഖതയുണ്ടായിരുന്നു അതൊക്കെ എടുക്കാൻ. ഐലവ് മുഹമ്മദ് എന്താണ് ഈ ഐലവ് മുഹമ്മദ് കലാപം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വച്ച് കീച്ചുന്നുണ്ട്. പോരാത്തതിന് പല വ്യാജ വാർത്തകളും കൊടുക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ വളർന്ന നാളുകളാണ്, സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിക്കുന്നത്. നിനക്കൊക്കെ വാർത്ത കിട്ടും മുമ്പേ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വാർത്ത കിട്ടും. പോരാത്തതിന് എനിക്ക് വാർത്ത കിട്ടും മുമ്പേ ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് ഈ വാർത്ത കിട്ടും. സോഷ്യൽ മീഡിയയിൽ 2 ഞെക്കിയാൽ മതി, എങ്കിൽ കൃത്യമായിട്ട് ഈ വാർത്ത എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കും. ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉള്ള കാലമാണ്. എന്തിനു പറയുന്നു, AI തന്നെ വാർത്ത വായിച്ച്, ഇപ്പോൾ ഉറുദു ആയിരുന്നാലും ഹിന്ദി ആയിരുന്നാലും തമിഴായിരുന്നാലും തെലുങ്കായിരുന്നാലും അറബി ആയിരുന്നാലും തുർക്കിഷ് ആയിരുന്നാലും എന്തു ഭാഷയാണെങ്കിലും കുഴപ്പമില്ല, ഈ ഭാഷേനെ AI തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ച് കേൾപ്പിക്കുന്ന കാലത്തിലാണ് നമ്മൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് ആ വാർത്ത അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ ആംഗിളിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. നിങ്ങൾ മനസ്സിലാക്കണം പ്ലീസ്, അത് നടക്കുന്ന കേസല്ല. ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം കാര്യം മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അതാണ് ഇവിടെയുള്ള CPM-ന് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഹിന്ദുത്വ ലൈനിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും UP-യിൽ നടക്കുന്ന ഈ ഒരു കലാപം, ഈ ഒരു ബറേലി കലാപത്തിൽ വലിയ വഴിത്തിരിവുകളും ട്വിസ്റ്റും ടേണുകളും ഒക്കെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മൗലാന തൗഫീഖ് റാസ ഖാൻ എന്ന് പറയുന്ന ഈ കലാപത്തിന് ആസൂത്രണം കൊടുത്ത് അവിടെയുള്ള ദർഗയിൽ ഒരു മൗലവി അവൻ്റെ വീട്ടിൽ അവൻ്റെ കൂമ്പ് നോക്കി 2 ഇടിയും കൊടുത്ത് അകത്തോട്ട് കയറ്റി വിട്ടപ്പോൾ അതിനകത്ത് പെട്രോൾ ബോംബ്, പിന്നെ മലപ്പുറം കത്തി, അമ്പും വില്ലും, ഇങ്ങനെയുള്ള നാടൻ ആയുധ ശേഖരങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ കുനിച്ചു നിർത്തി വാക്കകത്ത് പെട്രോൾ ഒഴിച്ച് വാക്കകത്ത് തിരിയിട്ട് കത്തിക്കുകയായിരുന്നു UP പോലീസ് എന്നാണ് അറിയാൻ സാധിച്ചത്. അവനെക്കുറിച്ചൊരു വിവരവും ഇല്ല. 2000 പേർക്കെതിരെയൊക്കെയാണ് FIR ഇട്ടിരിക്കുന്നത്. സങ്കല്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? യോഗി ആദിത്യനാഥ് ബുൾഡോസർ കയറ്റുന്നതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഈ ബുൾഡോസർ കയറ്റുന്നത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബുൾഡോസർ കയറ്റുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഇവിടെ പറയുന്നത് പോലെ മുസ്ലിങ്ങളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല. അവിടെയുള്ള BJP നേതാക്കന്മാരുടെ വീട്ടിലും ഇങ്ങനെ ബുൾഡോസർ കയറ്റിയിട്ടുണ്ട്. വാർത്തകളുണ്ട്, തപ്പി നോക്കിയാൽ കിട്ടും. ഞാൻ പണ്ടങ്ങാണ്ടൊക്കെ കൊടുത്ത വാർത്തയാണ്. BJP നേതാവിൻ്റെ വീട്ടിൽ ബുൾഡോസർ കയറ്റി, അതുകൊണ്ട് ആ BJP നേതാവിൻ്റെ അനിയൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പണ്ടൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ സംഭവങ്ങളായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് യോഗി ആദിത്യനാഥ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ കമൻറ്റൊന്നും അങ്ങനെ ആരുടെ ഒന്നും എടുത്ത് നോക്കാറില്ല. കഴിഞ്ഞ ദിവസം കമൻറ്റ് എടുത്ത് നോക്കിയപ്പം അതിനകത്തൊരു സുഡു ഓടിത്തുള്ളി ചാടി വന്ന് കമൻറ്റ് ഇട്ടിരിക്കുന്നു. യുദ്ധ കൊതിയൻ, രക്ത കൊതിയൻ, അവൻ്റെ വാർത്താ വായന കണ്ടില്ലേ? എടാ, നിൻ്റെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായതെങ്കിൽ അപ്പോഴേ നീയൊക്കെ പഠിക്കൂ എന്നാണ് ഇവൻ വന്ന് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അല്ല, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളാരും ഇതുപോലെ തെരുവിൽ കലാപം ഉണ്ടാക്കാൻ ഇറങ്ങാറില്ല. അങ്ങനെ നമ്മളാരും ചെയ്യാറില്ല. പിന്നെ നമ്മളാരും ആരെയും തൊണ്ടക്കുഴി കുത്തിപ്പിടിച്ചിട്ട് ഇത് തന്നെ വിശ്വസിക്കണം, ഇങ്ങനെ തന്നെ വിശ്വസിക്കണം, ഇല്ലെങ്കിൽ തലവെട്ടികളെന്നൊന്നും നമ്മൾ പറയാൻ പോകാറില്ല. നമ്മളിവിടെ ഉള്ള വെള്ളവും കുടിച്ചുകൊണ്ട്, കഞ്ഞി വെള്ളവും കുടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. സ്വപ്പം മനസമാധാനമാണ്, അത്ര മാത്രമേ ഉള്ളൂ. ഈ മനസമാധാനം തകർക്കാനായിട്ട് പല ആൾക്കാരും വരുമ്പോഴാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഭരണത്തിലോട്ട് കയറ്റി വിടുന്നത്. അങ്ങനെ ഭരണത്തിലോട്ട് കയറ്റി വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർ മനസ്സമാധാനം പുനഃസ്ഥാപിക്കും. ആ പുനഃസ്ഥാപിക്കുമ്പോഴുള്ള ഒരു സമാധാനം ഉണ്ടല്ലോ, ആ സമാധാനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പിന്നെ വേറൊരു അതിഭീകരമായിട്ടുള്ളൊരു സംഭവം ഉത്തർപ്രദേശിൽ നടന്നു. ഉത്തർപ്രദേശിൽ ജെൻസി തെരുവിലിറങ്ങി. ജെൻസി തെരുവിൽ പന്തം കൊളുത്തി പ്രകടനമായിരുന്നു ജെൻസിയുടെ എന്ന് പറയുന്നത്. കേരളത്തിലെ ഒരു മാധ്യമങ്ങളും കണ്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം അതിൻ്റെ വിഷ്വൽസ് അതിഭീകരമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ജെൻസി തെരുവിലേക്ക് ഇറങ്ങിയ ഈ ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അതിഭീകരമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് കണ്ടിട്ടേയില്ല. അതേസമയം നരേന്ദ്രമോദിക്കെതിരെയാണെങ്കിലോ, യോഗി ആദിത്യനാഥിനെതിരെയാണെങ്കിലോ, പുഷ്കർ സിംഗ് ധാമിക്കെതിരെയാണെങ്കിലോ, ശിവരാജ് സിംഗ് ചൗഹാനെതിരെയാണെങ്കിലോ, ദേവേന്ദ്ര ഫട്നാവിസിനെതിരെയാണെങ്കിലോ ആർക്കെങ്കിലും എതിരെ ഒന്ന് ഇറങ്ങിയെങ്കിൽ നമ്മളിതൊക്കെ വലിയ രീതിയിൽ കൊണ്ടുപിടിച്ചുള്ള വാർത്തയാക്കിയാണ്. പിന്നെ ചർച്ചയായി, നമ്മൾ തമ്മിലായി, ഓണപോക്കായി, അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയേനെ. അപ്പോൾ ജെൻസി അവിടെ വിളിച്ചിരിക്കുന്ന പല മുദ്രാവാക്യങ്ങളെന്ന് പറയുന്നത് UP പോലീസ് തും ലാത്ത് ബജാവോ ഹം തുമാരെ സാത്ത് ഹേ. ഒന്നുകൂടെ വിളിച്ചേ, UP പോലീസ് തും ലാത്ത് ബജാവോ ഹം തുമാരെ സാത്ത് ഹേ, യോഗി ജി ആകെ ബഠാവോ ഹം തുമാരെ സാത്ത് ഹേ. അതായത് യോഗി ജി ആകെ ബഠാവോ, മുന്നോട്ടേക്ക് പോകൂ, ഹം തുമാരെ സാത്ത് ഹേ, അതായത് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്നാണ് ഈ ബറേലിയിൽ ജെൻസി ഇറങ്ങി വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു പ്രതിഷേധം, ജെൻസിയുടെ അവിടെ ഒരു വലിയൊരു റാലി നടക്കുകയാണ്. അപ്പോൾ പല ആൾക്കാരും പറയുന്നത് ഇത് ജെൻസി അല്ല, ഇത് ജെൻസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞഹി
ഞങ്ങളത് അംഗീകരിക്കില്ല. ഇത് ജൻ RB ആണെന്നാണ് പറയുന്നത്. കൊച്ചു പിള്ളേരാണ്, പക്ഷേ ജൻ രാമഭക്ത്, അതായത് രാമഭക്തന്മാരുടെ ജനറേഷൻ എന്നാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വേറൊരു വഴിക്ക് എങ്ങനെ പോകുന്നു. അതിനിടയിലാണ് യോഗി ആദിത്യനാഥ് യുവമാരെല്ലാം വീടും കുടിയെല്ലാം ഇടിച്ചു പൊടിച്ച് തവിട് പൊടിയാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മൗലാന തൗഖീർ റാസയുടെ വലം കൈയായ നദീം ഖാൻ എന്ന് പറയുന്നവൻ്റെ വീടാണ് ആദ്യം ഇടിച്ചു പൊളിച്ചത്. പോരാത്തതിന് ബറേലി കലാപത്തിൻ്റെ പ്രധാന പ്രതികളിൽ ഒരുത്തനാണവൻ. അറസ്റ്റിന് ശേഷം പോലീസ് നദീം ഖാനെ മറ്റ് പ്രതികളോടൊപ്പം പരേഡ് ചെയ്തു. ചുവന്ന ടീഷർട്ട് ധരിച്ച് കൈകൾ കെട്ടിയിട്ട് കലാപക്കേസ് പ്രതിയോടൊപ്പം അയാൾ നിൽക്കുന്നത് കണ്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഉത്തർപ്രദേശിലെ ഈ കലാപത്തിൽ 56 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വരെ 20 പേരെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ 56 അറസ്റ്റ് ആയിട്ടുണ്ട്. അറസ്റ്റിലായ പ്രതികളിൽ മൗലാനയുടെ ഈ അടുത്ത അനുയായികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വേറൊരു റിപ്പോർട്ട്. ഈ കേസിൽ UP പോലീസ് വളരെ കർശനമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കലാപത്തിലെ പ്രതിയായ നഫീസിൻ്റെ അനധികൃത സ്വത്തുക്കൾ തകർക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഒമാൻ റാസയുടെ സ്വത്തുക്കൾ ഇടിച്ചു നിരത്തി. ഈ സ്വത്തുക്കൾ മൗലാന തൗഹീർ റാസയുടേതുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് പോലീസ് കണക്കാക്കുന്നത്. ഇനി മൗലാന തൗഫീഖുമായി ബന്ധപ്പെട്ട ആളുകളുടെ നിരവധി സ്വത്തുക്കൾ സീൽ ചെയ്തു. തൗഫീഖിൻ്റെ ബന്ധു ഒമാൻ റാസയും ഇതിലുണ്ട്. ബറേലി നഗരത്തിലെ പല പ്രദേശങ്ങളിലും ഒരേ സമയം സീൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തൗഖീറുമായി ബന്ധപ്പെട്ടവരിൽ പരിഭ്രാന്തി പരത്തുന്ന മറ്റൊരു വിവാഹ ഹാളും സീൽ ചെയ്തിട്ടുണ്ട്. ഭരണകൂടം, പോലീസ്, BDA, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവയുടെ സംയുക്ത ഓപ്പറേഷൻ പുരോഗമിക്കുകയാണ്. ബുൾഡോസറുകളും വിന്യസിച്ചിട്ടുണ്ട്. തൗഖീറിൻ്റെ അടുത്ത അനുയായിയായ ഒമാൻ റാസയുടെ ഇരുനില സമുച്ചയവും ഷറഫത്ത് ഖാൻ്റെ വിവാഹ ഹാളും കണ്ടുകെട്ടിയതായി വിവരമുണ്ട്. തൗഫീഖിൻ്റെ അടുത്ത അനുയായിയായ നദീം ഖാൻ്റെ സ്വത്തുക്കളും സീൽ ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച ഖാൻ അറസ്റ്റിലായിട്ടുണ്ട്. നദീം ഖാൻ്റെ അടുത്ത അനുയായിയായിട്ടുള്ള അയാളുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു വിവാഹ ഹാളും സീൽ ചെയ്തിട്ടുണ്ട്. ബറേലിയിൽ ഇയാളുടെ അനുയായികൾക്കെതിരെയെല്ലാം ദ്രുതഗതിയിലുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് വരുന്നു. ഈ തൗഫീർ റാസയുടെ അടുത്ത സഹായിയുടെ വസ്തുവിൽ ബുൾഡോസർ കയറ്റി ഇറക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്ത് വരികയാണ്. അപ്പോൾ ഇത് തുടക്കത്തിലേ പറഞ്ഞതാണ്, ചെന്ന് വെറുതെ ചൊറിയരുത്. ചൊറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മാന്തത്തൊന്നുമില്ല, അങ്ങനെ പന്തം കൊളുത്തി ആസനത്തിൻ്റെ ഇടയിൽ കയറ്റി വെച്ച് തരും. അതുകൊണ്ട് തന്നെ മാന്താൻ പോകരുത് എന്ന് ആദ്യം തന്നെ പറഞ്ഞതാണ്. അങ്ങനെ ഒരു വലിയ സെറ്റപ്പുമായിട്ട് വീണ്ടും ഒരു പരീക്ഷണം നടത്തി നോക്കിയാണ്. ഇപ്പോൾ ഈ പരീക്ഷണം 8 നിലയെ പൊട്ടി എന്ന് മനസ്സിലായില്ലേ. ഇപ്പോൾ ജെൻ സിയെ പോലും യോഗി ആദിത്യനാഥിൻ്റെ കൂടെ തെരുവിലേക്ക് ഇറക്കിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും യോഗി ആദിത്യനാഥ് എത്രത്തോളം പവർഫുൾ ആയിട്ടാണ് ഉത്തർപ്രദേശിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ മനസ്സിലായി കാണും, അതായത് ഇനിയിപ്പോൾ മോദി പോയി കഴിഞ്ഞാൽ ആരായിരിക്കും ഇനിയിപ്പോൾ ആ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് എന്നുള്ളത് ചോദ്യമായിരുന്നു. ഇപ്പോൾ മോദി പോയി കഴിഞ്ഞാൽ ആരാണ് അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്? ആ ചോദ്യത്തിന് ഒരു ഉത്തരം കൂടെയാണ് ഈ യോഗി ആദിത്യനാഥിൻ്റെ നടപടികളിലൂടെ പുറത്തു വരുന്നത് എന്നുകൂടെ മനസ്സിലാക്കിയിരുന്ന നല്ലത്. എങ്കിൽ നിനക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്കൊക്കെ കൊള്ളും. അപ്പോൾ ശരി.